എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ഇതാ ഒരു പുതിയ ചെടിയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പുതിയതല്ല, എല്ലാവരും കണ്ടു കാണും. പക്ഷേ ഇത് എന്താണ് ഇതിൻ്റെ പേര്? ചൈനീസ് ടാരോ, ചൈനീസ് കുരങ്ങ്, ബുദ്ധൻ്റെ കൈ, കുള്ളൻ ആനച്ചെവി എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ ആദ്യം എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. ഇതെന്ത് ചെടിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു വേസ്റ്റ് റിങ്ങിൽ ഞാനത് നട്ടിരുന്നിട്ട് ആ റിങ് നിറയെ ഇത് നല്ല ബുഷായിട്ട് നിൽക്കും. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ധാരാളം സ്ഥലം വേണം. അത് ഒറ്റയ്ക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ധാരാളം സ്ഥലമുള്ളവർക്ക് പാർക്കിലൊക്കെ നടാനായിട്ടൊക്കെ പറ്റും. അല്ലെങ്കിൽ അത്ര അധികം സ്ഥലമുള്ളവർക്ക് ആ ഒരു ചെടി നിന്നാൽ തന്നെ അത് നല്ല അട്രാക്ഷനാണ്. അതുപോലത്തെ ഒരു ചെടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നോ ഒന്നും അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഇഷ്ടംപോലെ ചെടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ വളർത്തി അവസാനം അധികമായപ്പോൾ എന്ത് ചെയ്തെന്നാൽ ഇതിൽ നിന്നെടുത്തൊരു 3-4 എടുത്ത് ഈ റോഡ് സൈഡിൽ നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് കൊണ്ടുപോയി നട്ടു. അവിടെ നിന്നോട്ടെ, ഒരു പച്ചപ്പൊക്കെ ആയല്ലോ എന്നൊക്കെ ഓർത്ത് അവിടെ നട്ടു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ 4 ഒരെണ്ണം കാണാനില്ല, 3 പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരെണ്ണം കൂടി കാണാതെ പോയി. അപ്പോൾ 2 പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്നെയും പോയി, പിന്നെ കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ആർക്കാണാവോ ഇത്രയധികം ചെടിയോട് താല്പര്യം ഉള്ളവർ, ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ല. കണ്ടാലൊരു പച്ച പോലെയൊക്കെ തോന്നുള്ളൂ. അത്രയ്ക്കൊരു ചിലർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഇതൊന്നും ശ്രദ്ധിക്കില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്ത് കൊണ്ടുപോയി നട്ടത്. അപ്പോൾ ഇങ്ങനെ കാണാതെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു നല്ല ചെടിയാണ്, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്ന് തോന്നി. ഞാനത് എന്നാലും പിന്നെയും ശ്രദ്ധയില്ലാതെ കൊണ്ടുവന്ന് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ വെറുതെ നട്ടു. വലിയൊരു ഇതിലൊക്കെ നടാം, ഒരു റിങ്ങിലൊക്കെ നട്ടാൽ. പക്ഷേ അപ്പോൾ എനിക്ക് വേറെ ചെടികളൊന്നും വളർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു തെങ്ങിൻ്റെ ചുവട്ടിൽ വെറുതെ അങ്ങോട്ട്, ഒരു തെങ്ങേ ഉള്ളൂ, ആ തെങ്ങിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് നട്ട് കഴിഞ്ഞ് പിന്നെ കൂടുതൽ ഈ ഇടയ്ക്കൊക്കെ ഞാൻ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകും ഇത് ചൈനീസ് ടാരോ ആണ്. പിന്നെ കുരങ്ങ്, ചൈനീസ് കുരങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണ്. അതൊക്കെ ഇടാൻ തോന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തുമാത്രം ഇടാനുണ്ടെന്നറിയോ ചെടികൾ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്തത് കൊണ്ട് എങ്ങനെ ഇടും എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇടാതിരുന്നത് ഇത്ര നാളും. ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. എങ്കിലും ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. വളരെ ഉപയോഗമുള്ള ഒരു ചെടിയാണിത്. ചൈനക്കാർക്ക് വളരെ വളരെ അവരിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ലക്കി പ്ലാന്റാണ്. പിന്നെ ഇത് നടുന്നതെന്ന് വെച്ചാൽ ആ ചെറിയ ഒരു തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അതെടുത്ത് നട്ടാൽ മതി. കണ്ടോ, ഇതിപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് നടണം എന്ന് പിന്നെ തോന്നി. പക്ഷേ ഇതിലൊന്നും കൊള്ളില്ല, അത് അത്രയ്ക്ക് വലുതാകും. അതിപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയാണ്. ആ റിങ്ങിൽ ഞാൻ നട്ടിരുന്നപ്പോൾ അതിൻ്റെ ഭംഗി ഞാൻ ആസ്വദിച്ചിരുന്നതായിരുന്നു. പക്ഷേ ആ ഒരെണ്ണം മാത്രമേ അപ്പോൾ എനിക്ക് വളർത്താൻ പറ്റുള്ളൂ. വേറൊന്നും വളർത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനതിനെ ഉപേക്ഷിച്ചത്. മാത്രമല്ല അതിൻ്റെ ഗുണങ്ങൾ, ബെനിഫിറ്റ്സ് എന്താണെന്നൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴല്ലേ അറിഞ്ഞു വരുന്നത്. എങ്കിലും ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്ന് തോന്നി. ചൈനക്കാർ ഇത് പുതുവത്സരത്തിന് ഇതുകൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വറുത്ത് ഈ നമ്മൾ കഴിക്കില്ലേ, നട്ട്സൊക്കെ കഴിക്കുന്ന പോലെ വറുത്തൊക്കെ കഴിക്കും. ചിപ്സ് പോലെയെല്ലാം വറുത്ത് കഴിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ധാരാളം മെഡിസിനൽ പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് ഒരു വല്ലാത്ത കൗതുകമാണ് തോന്നുന്നത്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാനായിട്ടുള്ള ഒരു
ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇല ഇതല്ല കേട്ടോ, ഇപ്പുറത്ത് കാണുന്ന ഇലയല്ല. ഞാനിത് നടാൻ വേണ്ടി അത് അങ്ങനെയായിപ്പോയത് എടുത്തപ്പോഴേക്കും. അതിൻ്റെ ഇല ഈ പാമ്പൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെറുതെ ഇല ഉരസി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. പുറത്ത് വെറുതെ ഉരസി കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇലയ്ക്ക് ഹൃദയാകൃതിയാണ്. അത് മിക്ക ഇലകൾക്കും ഹൃദയത്തിൻ്റെ ആകൃതിയായിരിക്കും. ഇൻഡോർ പ്ലാന്റാണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇതിന് വേറൊരു ഇതിൻ്റെ ശരിക്കും പേര് പറയുകയാണെങ്കിൽ അലോക്കാസിയ കുക്കിലാറ്റ എന്നാണ് പറയുന്നത്. ഞാൻ എഴുതാട്ടോ, എഴുതുമ്പോൾ അതൊക്കെ വായിക്കണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർ കേട്ടോ, ഇൻട്രസ്റ്റ് ഉള്ളവർ പിന്നെ പറയാണ്ട് തന്നെ വായിക്കുമല്ലോ. പിന്നെ പറയുന്നത് ഇത് സമ്പത്ത് ധാരാളം വരും അങ്ങനെയൊക്കെ പറയുന്നത്. കൾച്ചറിനെ സൂചിപ്പിക്കുന്നുണ്ട്. സ്പിരിച്വൽ പാർട്ടിക്കിൾസ് പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ പേര് സ്പിരിച്വൽ ബെനിഫിറ്റ്സ് ഓഫ് അലോക്കാഷ്യ റൂട്ട്സ് ഇൻ സ്പിരിച്വൽ പാർട്ടിക്കിൾസ്. ഇറ്റ് സീൻസ് ആസ് എ ബ്രിഡ്ജ് ടു ദി ഡിവൈൻ. പറയാതിരിക്കുന്ന നല്ലത്. എന്താണെന്ന് വെച്ചാൽ അവിശ്വസനീയമായിട്ട് തോന്നും നമുക്ക്. ഇത് ബുദ്ധിസ്റ്റിൻ്റെ ടെമ്പിളിലെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. തായ്ലൻഡിലും മറ്റുമാണ്. എൻ്റെ അടുത്ത് പണ്ട് തുടങ്ങിയുണ്ടെങ്കിലും നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അതിനെ മാത്രമല്ലല്ലോ ശ്രദ്ധിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇത് ബുദ്ധ സന്യാസിമാർ ചൈനയിൽ കൊണ്ടുവന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഉരുളക്കിഴങ്ങ് പോലെ കറി വെക്കാവുന്നതാണ് കേട്ടോ. ചൈനീസിൻ്റെ ട്രഡീഷണൽ മെഡിസിനാണെന്ന് പറഞ്ഞു. ഇത് പാമ്പ് കടിക്ക് പുറമെ പറ്റുന്നത് കൂടാതെ റുമാറ്റിസം ആൻഡ് ആർത്രൈറ്റിസ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നു. നാരുകൾ ധാരാളം അടങ്ങിയതാണ്. അതുകൊണ്ട് ഹാർട്ടിന് നല്ലതാണ്. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നു, ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നു, നല്ല ആരോഗ്യം കൊണ്ടുവരുന്നു. ഇതിൻ്റെ വേരാണ് കേട്ടോ കിഴങ്ങ് പോലെ തടിച്ചിരിക്കുന്നത്. പറ്റിയാൽ ഞാനിവിടെ കാണിക്കാം. പിന്നെ ബുദ്ധ സന്യാസി അത് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. ഇത് പല പ്രാവശ്യമായിട്ട് പറയുന്നതുകൊണ്ട് ചിലതെല്ലാം വിട്ടു പോകുന്നുണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. വീക്കം കുറയ്ക്കുന്നു, ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, ആരോഗ്യകരമായ കുടൽ കുടലിനെ സംരക്ഷിക്കുന്നു. വൈറ്റമിൻ ധാതുക്കൾ എല്ലാം ധാരാളമുണ്ട്. വൈറ്റമിൻ സി, പൊട്ടാസ്യം, മഗ്നീഷ്യം എല്ലാം ഉണ്ട്. സോഡിയം കുറവും പൊട്ടാസ്യം കൂടുതലുമാണുള്ളത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് അനുയോജ്യം. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻ്റാണ്. സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ജീവിത ചക്രത്തെയും പൈതൃകത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ടാരോ കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം. ഉത്സവങ്ങളിൽ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നു കേട്ടോ. ഈ ചിപ്സ് പോലെയൊക്കെ വറുത്തും മറ്റുമാണ് പറയുന്നത്. ഇതിൻ്റെ വേര്, അതായത് കിഴങ്ങ് പോലെയൊക്കെ ഇരിക്കും. പാരമ്പര്യത്തിലേക്കുള്ള ആദരവ്, സമൃദ്ധി, പൂർവികരുമായുള്ള ഒരു എന്താ പറയുന്ന ഭക്ഷ്യബന്ധം, ഐക്യത്തിൻ്റെയും വംശവലി എല്ലാം സൂചിപ്പിക്കുന്നു. പുതിയതും പഴയതും തമ്മിലുള്ള വിടവ് ഇല്ലാതാക്കുന്നു. കുറഞ്ഞ പരിചരണം മതി കേട്ടോ ഈ ചെടിക്ക്. അത്രയധികം വളമോ അതൊന്നും ചെയ്യേണ്ട. പരിസ്ഥിതി സംരക്ഷണം, അതിൻ്റെ വേരൊക്കെ കൊണ്ട് ഇങ്ങനെ തിങ്ങിയൊക്കെ നിന്നുള്ളൂ കേട്ടോ. പ്ലാന്റ് അഡിക്റ്റുകൾക്ക് പ്രിയപ്പെട്ടത്. കലോറി കുറവാണ്. വായു ശുദ്ധീകരിക്കുന്നു. എയർ പ്യൂരിഫിക്കേഷൻ ഇതെല്ലാം പറയേണ്ട ആവശ്യമില്ല. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിന് മൃദുവാക്കുന്നു. ആരോഗ്യകരവും പ്രസരിപ്പുമുള്ള ശരീരമുണ്ടാക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി, വീക്കം തടയുന്നു. ഇതെല്ലാം പറഞ്ഞത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു ചെടിയാണ് ഈ പറയുന്നത്. അസ്ഥികളുടെ ആരോഗ്യത്തിന് വേരുകളും ഇലകളും ഔഷധ ഗുണമുണ്ട്.
പ്രകൃതിയുടെ സ്വന്തം ഔഷധം എന്നാണ് പറയുന്നത്. അസ്ഥികളുടെ ആരോഗ്യം ഞാൻ പറഞ്ഞു തോന്നുന്നു. വാർദ്ധക്യത്തിനെ ചെറുക്കുന്നു, അതായത് നല്ല ഫ്രഷായിട്ടൊക്കെ ഇരിക്കും. വാർദ്ധക്യം എന്താണെങ്കിലും വരുമല്ലോ, എന്നാലും ചിലവർക്ക് കൂടുതലായിട്ട് ആ വാർദ്ധക്യം എടുത്തു കാണിക്കും. പക്ഷേ ഇത് അതല്ല, വിട്ടുമാറാത്ത രോഗങ്ങൾക്കെല്ലാം നല്ലത്. വേവിച്ചിട്ട് വേണം കഴിക്കാൻ. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. പിന്നെ സൂപ്പർ ഫുഡാണ്, മധുരമുള്ളതാണ്. ചൈനയിൽ പുതുവത്സരത്തിന് കേക്കുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഉദയത്തിൻ്റെ പ്രതീകമാണ്. ഉദയത്തിൻ്റെ, അതായത് പുതുവർഷം വരുമ്പോൾ ഒരു പുതിയ വർഷമാണല്ലോ. പുതിയ വർഷത്തിലെ പുതിയ വാഗ്ദാനം പോലെ അത്ര നല്ലതാണ്. സ്നാക്സ് വറുക്കും, അതും പറഞ്ഞു. ക്രീം നിറം, പർപ്പിൾ നിറം ഒക്കെ ചേർക്കുന്നു. ചൈനീസ് ടാരോയിഡ് ഓരോ ഭാഗത്തിനും അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. വേരും ഇലകളും കഴിക്കുക മാത്രമല്ല, സമൃദ്ധിയെയും സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇതിൻ്റെ തണ്ട് വീണ്ടും നടുന്നത് കൊണ്ട് കുടുംബ തുടർച്ചയുടെ ഒരു രൂപകമാണ്. അങ്ങനെയെല്ലാം വിശ്വാസങ്ങളാണ്. അപ്പോൾ ഞാനിതൊന്നും അറിയാണ്ട് തന്നെ ഇതിനെപ്പറ്റി അത്രയ്ക്ക് വലിയ നിശ്ചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് അത്രയ്ക്കും കൂടി ശ്രദ്ധിക്കാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ വീണ്ടും അല്ലാതെ തന്നെ ഞാനത് ഒരെണ്ണം ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയപ്പോൾ എടുത്ത് നട്ട്. പക്ഷേ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് നിങ്ങളും ആരോടെങ്കിലൊക്കെ അറിവുള്ളവരോട് ചോദിച്ച്, കഴിച്ചിട്ടുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് കഴിക്കുക. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ കുടൽ സംരക്ഷിക്കും. വൈറ്റമിൻ ധാതുക്കൾ എല്ലാം ഉണ്ട്. സി, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം കുറവും പൊട്ടാസ്യം കൂടുതലും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് അനുയോജ്യം. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റ് പറഞ്ഞത് തന്നെയാണോ ഞാൻ പിന്നെ പറയുന്നത്. സാംസ്കാരിക പ്രാധാന്യം, ജീവിതചക്രത്തെയും പൈതൃകത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ടാരോ കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം. ചോദിച്ചിട്ട് വേണേ കഴിക്കാൻ. എന്തെങ്കിലുമൊക്കെ കണ്ട ഉടനെ തന്നെ അതൊന്നും ശരിയായി ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ അറിവ്, ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. പുതിയ വാഗ്ദാനങ്ങളും പുതിയ വർഷത്തിലും ഇതിൻ്റെ പ്രാധാന്യം ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ചെടിയാണ്. നിങ്ങൾ വളർത്തുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ വളർത്താൻ പറ്റും. എൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായില്ലേ? നല്ല രസമില്ലേ കേൾക്കാനായിട്ട്? അപ്പോൾ ഉപ്പുകൈയുടെ ലക്ഷ്മി ശിവ്.